ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഗാർഡനിങ് വീഡിയോയിൽ കൈതച്ചക്കയുടെ തന്നെ ഇത് ഷോയ്ക്ക് വയ്ക്കുന്ന ചെടിയാണ്. ശരിക്കുമുള്ള കൈതച്ചക്കയല്ല, എന്നാലും കാണാൻ കൈതച്ചക്ക പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഇതെങ്ങനെയാണ് നടുന്നതെന്നുള്ളതും ഈ കൈതച്ചക്ക എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. എനിക്കിതിൻ്റെ ഒരു കുഞ്ഞ് തൈ ഞാൻ എവിടെയോ പോയപ്പോൾ ഒരു 5-6 വർഷം മുമ്പേ കിട്ടിയതാണ്. അത് കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ സൈഡിൽ കൂടെ പൊട്ടിമുളച്ച് വരുന്ന പിന്നെയും മാറ്റി വെച്ച് ഇപ്പം ഇങ്ങനെ ഒരു 5-6 ചെടിയുണ്ട്. അപ്പോൾ ഈ കൈതച്ചക്ക ഞാൻ ഇതുവരെയും കട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. ഞങ്ങളുടെ ഇവിടെ കുറേ അമ്മച്ചിമാരുണ്ട്, അവർ പറഞ്ഞു നമുക്കിതൊന്ന് കട്ട് ചെയ്ത് പരീക്ഷിച്ച് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്കും ഒരു ക്യൂരിയോസിറ്റി. ഇതുവരെ ഞാൻ കട്ട് ചെയ്യാതെ അങ്ങനെ അങ്ങ് ഉണങ്ങി പോവുക ചെയ്തേ. അപ്പോൾ കട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ചെടി വെച്ചാൽ അതേ പൂ പറിക്കരുതെന്നുള്ളത് നിയമമല്ലേ, അതുപോലെ ഞാനിതൊന്നും കട്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി എന്നാൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പുതിയ ഒരു രീതിയിൽ ഇത് കിളിപ്പിക്കാനും നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കൈതച്ചക്കയുടെ സെയിം തന്നെയാണ് കാണാൻ എന്ത് ക്യൂട്ടല്ലേ, കുഞ്ഞ് കൈതച്ചക്ക. ഇത് നല്ല വെയിലുള്ള ഇടത്താണ് വെക്കേണ്ടത്, അല്ലാതെ വെച്ചാൽ ഇത്രയും ഭംഗിയായിട്ട് വരത്തില്ല, ചീഞ്ഞു പോവുകയും ചെയ്യും. ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, എന്നാലും നല്ലപോലെ വെട്ടവും വെയിലുമുള്ള ഇടത്ത് വെക്കണം. അപ്പോൾ ഇത് നിറച്ചുമുള്ള കുഞ്ഞിതായതുകൊണ്ട് നല്ല ഷാർപ്പായിട്ടിരിക്കുന്നു. ഇത് നമ്മൾ ഈ മണ്ടവശം ഇങ്ങനെ തിരിച്ച് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഇത് അതുപോലെ അടർത്തി കിട്ടും. അതിൽ നിന്ന് പുതിയ തൈ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മളത് വെട്ടിക്കളഞ്ഞാൽ മതിയായിരിക്കും. ഞാനിത് വെള്ളത്തിലിട്ടിട്ട് പുതിയ തൈ ഇതേ വേര് വന്നിട്ട് അത് മണ്ണിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സൈഡിൽ കൂടെ തൈ പൊട്ടി വരും, അങ്ങനെ നമുക്ക് ഒത്തിരി ചെടിയാക്കാൻ പറ്റും. ഇപ്പം അതവിടെ ഇരിക്കട്ടെ, നമുക്ക് കൈതച്ചക്ക ബാക്കിയും കൂടെ ചെത്തി നോക്കണ്ടേ. അപ്പോൾ സെയിം നമ്മൾ കൈതച്ചക്ക ചെത്തുന്ന പോലെ 2 സൈഡും ഞാൻ ചെത്തിയിട്ട് സൈഡിലുള്ളതും നമ്മളതുപോലെ ചെത്തി നോക്കാം. അപ്പോൾ അത്രയും നമ്മൾ വലുത് ചെത്തുന്ന അത്രയും ചെത്തിയാൽ ഇതിനകത്തൊന്നും കാണത്തില്ല. അപ്പം ഞാൻ ലൈറ്റായിട്ട് സൈഡെല്ലാം ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട്. കാണാൻ നല്ല ക്യൂട്ടാണ്, പക്ഷേ ഇതിങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ വലിയ പ്രയാസമാണ്, കൈ പിടിക്കാൻ പോലും ഇല്ലാത്തതുകൊണ്ട്. എന്നാലും ഫുള്ളും തൊളി ചെത്തിക്കഴിഞ്ഞു. ഇനി സെയിം അതിൻ്റെ അകമെല്ലാം അതുപോലെ തന്നെ. ആ കളർ ഇച്ചിരി വ്യത്യാസമുണ്ട്, മഞ്ഞ ആയില്ല, വെള്ള കളറിൽ തന്നെ ആയിരിക്കുന്നത്. തൊളിയെല്ലാം ചെത്തിക്കഴിഞ്ഞ് ഞാൻ നടുക്ക് ഹാഫായിട്ട് മുറിച്ച് നോക്കുന്നുണ്ട്. കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കാൻ റെഡിയല്ല. നമ്മൾ കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു ചവച്ച് നോക്കിയാലും മതിയല്ലോ. അതിനൊരു വലിയ മണമൊന്നും വരുന്നില്ല, ഈ കൈതച്ചക്കയുടെ ഒരു മണമൊന്നും ഇല്ല. അങ്ങനെ കുറേ ദിവസമായിട്ട് ഈ കൈതച്ചക്ക മുറിക്കാൻ നോക്കിയെന്ന് കൈതച്ചക്ക മുറിക്കുകയും ചെയ്തു. ശരിക്കും കൈതച്ചക്ക പോലെ തന്നെയാണ് അകവും ഇരിക്കുന്നത്, പക്ഷെ അതിൻ്റെ ടേസ്റ്റൊന്നും അറിയത്തില്ല, കഴിച്ച് നോക്കിയില്ല. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മണ്ടവശം എടുത്ത് വെള്ളത്തിൽ വെക്കുകയാണ്. എന്ന് വെച്ചാൽ അടിഭാഗം മാത്രം വെള്ളത്തിൽ തട്ടുന്നത് പോലെ. എന്നിട്ടിത് ദിവസം വെള്ളം മാറി കൊടുക്കണം. അപ്പോൾ വേര് കിളിപ്പിച്ച് കഴിഞ്ഞിട്ട് മണ്ണിൽ വെക്കാനാണ്. അല്ലാതെ ചെടിയുടെ സൈഡിൽ ഇരിക്കുന്ന കിളുത്ത് വരുന്നതെടുത്ത് നമ്മൾ വെറുതെ മണ്ണിൽ വെച്ചാൽ മതി, വേറെ ഒന്നും പ്രത്യേകം ചേർക്കണമെന്നില്ല. വലിയ കെയർ കൊടുക്കേണ്ട പ്ലാന്റും അല്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.